തൃശൂർ നഗരത്തിൽ കടയുടെ ചുവരിലെ ചില്ലടർന്നു വീണ് കാൽനട യാത്രക്കാരന് ഗുരുതര പരിക്ക്. ഇരിങ്ങാലക്കുട സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്. ഉണ്ണികൃഷ്ണനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മണികണ്ഠനാലിന് സമീപത്തെ കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ നിന്ന് ചില്ല് താഴേക്ക് പതിക്കുകയായിരുന്നു. കെട്ടിടത്തിന് സമീപത്തെ ഫുട്പാത്തിലൂടെയുള്ള ഗതാഗതം ഫയർഫോഴ്സ് തടഞ്ഞു. ജെയ്സൺ ചാമോളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ, ഇപ്പോൾ പരിക്കേറ്റ ഉണ്ണികൃഷ്ണന് എങ്ങനെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ചില്ല് തകർന്നത്? സുജിയ, തീർച്ചയായും ഇപ്പോൾ ആശുപത്രിയിൽ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൻ്റെ തെക്കേ ഭാഗത്തുള്ള പഴയ നിരവധി കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങൾക്ക് മുകളിൽ ഉപയോഗശൂന്യമായ രീതിയിൽ ബിൽഡിങ്ങുകളിലെ ഗ്ലാസുകളുണ്ട്. ആ ഗ്ലാസുകളാണ് ഇപ്പോൾ ഈ കാൽനട യാത്രക്കാരൻ്റെ തലയിലേക്ക് വീഴുകയും അതിനുശേഷം അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ ചില്ലാണ്. ഈ ഒരു ചില്ല്, ഇത്തരം ഒരു ചില്ല് ഒരാളുടെ തലയ്ക്ക് മുകളിൽ വീണാലുണ്ടാകാവുന്ന സ്ഥിതി സുജയ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. നല്ല കട്ടിയുള്ള ചില്ലാണ്. ഈ ചില്ല് മുകളിൽ നിന്ന് താഴേക്ക് കാൽനട യാത്രക്കാരൻ്റെ തലയിലേക്ക് വീഴുകയായിരുന്നു. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള കടകളെല്ലാം ഇപ്പോൾ അടപ്പിച്ചു. ആ ചില്ല് പൂർണ്ണമായും എപ്പോഴാണ് സംഭവിച്ചത്? ഇത് 10:30 ഉണ്ടായിരുന്ന അറിഞ്ഞത്. ഞങ്ങളിപ്പോൾ പോകുമ്പോൾ കണ്ടപ്പോൾ നിർത്തിയാണ്. ഭയങ്കര കെട്ടിടം വീഴാറായ സിറ്റുവേഷനിലാണ് നിൽക്കണത്. ആൾക്ക് എങ്ങനെ പരിക്ക്? നല്ല പരിക്കുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ചേരുകയാണ്. ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിൽ ഒട്ടുമിക്കതും പഴയ ബിൽഡിങ്ങുകളാണ്. ഇതുപോലെ ഉപയോഗിക്കാതെ പുതലിച്ചു നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട്. എന്താ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും ഇതിനെതിരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം വേണ്ടതാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന നമ്മൾ ഈ റൗണ്ടിലുള്ള സ്വരാജ് റൗണ്ടിലുള്ള എല്ലാ കെട്ടിടങ്ങളും പരിശോധിച്ച ശേഷം ഇതുപോലെ അപായപരമായ രീതിയിൽ നിൽക്കുന്ന വസ്തുതകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചട്ടക്കൂടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വസ്തുതകളുണ്ടെങ്കിൽ അത് നമ്മൾ കോർപ്പറേഷൻ അറിയിക്കും. അവസാനമായി അന്തിമ ഒരു നടപടി എടുക്കേണ്ടത് കോർപ്പറേഷനാണ്. അതിൻ്റെ ലൈസൻസ് പോലുള്ള കാര്യങ്ങൾ. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഇപ്പോൾ കാണാം, പഴയ ബിൽഡിങ്ങിൻ്റെ നിരവധി ചില്ലുകൾ ഇനിയും വീഴാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മഴ ശക്തമാകുന്ന പല ഘട്ടങ്ങളിലും ഇതൊക്കെ വീഴാനുള്ള സാധ്യത. ഇപ്പോൾ ഈ ഫയറിൻ്റെ ലൈസൻസ് എന്ന് പറയുന്നത് 300 മീറ്റർ സ്ക്വയറിന് താഴെയുള്ള കെട്ടിടങ്ങൾക്കും അതുപോലെ 1000 മീറ്റർ സ്ക്വയറിന് താഴെയുള്ള കെട്ടിടങ്ങൾക്കൊന്നും ഫയറിൻ്റെ NOC വേണ്ട. 1000 മീറ്റർ സ്ക്വയറിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്കാണ് നമുക്ക് NOC വേണ്ടത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഫയർ അഗ്നിശമന ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ, സിവിൽ ലൈനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അല്ലേ. കോമൺ ആയിട്ട് നമുക്ക് ആർക്ക് നോക്കിയാലും അടിയന്തരമായി നീക്കാനുള്ള സംവിധാനം ഉണ്ട്, ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ കോർപ്പറേഷൻ എന്ത് ചെയ്യുമ്പോൾ നോട്ടീസ് കൊടുക്കും, മറ്റു നടപടി ചെയ്യും. അപ്പൊ സുജിയ, ഞാൻ നേരത്തെ കാണിച്ചു ഇത്തരത്തിലുള്ള ചില്ല് ഈ കെട്ടിടത്തിന്റെ മിക്ക ഭാഗത്തും ഇതുപോലുള്ള. ജെയ്സൺ, അത് പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. ജെയ്സൺ, അത് തകർന്ന ചില്ലിന്റെ ഭാഗമാണ്. ജെയ്സൺ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. അത് പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. കയ്യിൽ അത് മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള ചില്ലുകളാണോ ആ മുകളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന, ഇപ്പോൾ ആളുകൾ നിൽക്കുന്ന ഇടത്തെ, അതായത് ഒന്ന് ബലം പ്രയോഗിച്ചാൽ എന്നല്ല, ബലം പ്രയോഗിക്കാതെ തന്നെ താഴേക്ക് വീഴാൻ സാധ്യതയുള്ള ചില്ലുകളാണോ ഉള്ളത്? ജെയ്സൺ, എന്താണ് കാണുന്നത്? ഇപ്പൊ സുജിയ, നമുക്ക് കാണാനാകും ഇത്തരത്തിലുള്ള കനത്തിലുള്ള ചില്ലുകൾ ഇപ്പോൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഫുട്പാത്ത് പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. ഇതിന് താഴെയുള്ള കടകളെല്ലാം അടപ്പിച്ചു. ഈ ചില്ല് ഏത് സമയവും ഇനിയും നിരവധി ചില്ലുകൾ താഴേക്ക് വീഴുമെന്ന സ്ഥിതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ സമീപത്തെ മുഴുവൻ കടകളും അടപ്പിച്ച് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ വീഴാൻ സാധ്യതയുള്ള ചില്ലുകൾ നീക്കം ചെയ്യുകയാണ്. ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് നേരത്തെ എത്തിയിരുന്നു, തൃശ്ശൂർ കോർപ്പറേഷന്റെ അധികൃതർ വന്നിട്ടുണ്ട്. അടിയന്തരമായി ഇതെല്ലാം നീക്കം ചെയ്തില്ലെങ്കിൽ ഇനിയും ഗുരുതരമായ പരിക്കുകൾ ഇത്തരത്തിലുണ്ടാകാം. ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇരിഞ്ഞാലക്കുട സ്വദേശി ഗോപാലകൃഷ്ണനാണ്. ഇയാൾ ഈ കാൽനടയായി വഴിയിൽ കടന്നു പോവുകയായിരുന്നു. ഒരു അല്പം മുമ്പാണ് സ്വാതന്ത്ര്യദിന പരേഡും അതുപോലെ തന്നെ ആ ചടങ്ങുകളും അവസാനിച്ചത്. ആ ചടങ്ങ് കാണാൻ വന്ന ആളാണ് ഈ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ താഴേക്ക് ഈ ചില്ല് വീണ് ഗുരുതരമായി പരിക്കേറ്റ് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. സുജയ. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കടയിൽ സ്ഥാപിച്ചിരുന്ന ചില്ല് താഴേക്ക് പൊട്ടി വീണ്, ഇപ്പോൾ ജെയ്സൺ നിൽക്കുന്നതിന്റെ തൊട്ടിപ്പുറത്താണ് ഉണ്ണികൃഷ്ണന്റെ തലയിലേക്ക് ആ ചില്ല് വീണത്. അപകടാവസ്ഥയിലുള്ള ചില്ല് പതിപ്പിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ ധാരാളമായി മുകൾ നിലയിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ ആശുപത്രിയിലാണ് ഉണ്ണികൃഷ്ണൻ ഉള്ളത്. ഉണ്ണികൃഷ്ണന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, ചികിത്സ നൽകി വരികയാണ്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ സ്വീകരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. നമുക്കത് ഫോളോ അപ്പ് ചെയ്യുകയും വേണം. കാരണം വഴിയാത്രക്കാർക്ക് അവർ പോലും അറിയാതെയാണ് അവരുടെ മുകളിലേക്ക് ഒരു ദുരന്തം വന്ന് പതിക്കുന്നത്.